പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആന്റണി ആയാലും അർജുൻ ആയാലും. പാർക്കിലും ബീച്ചിലും കോഫി ഹൗസിലും ആൻഡ്രിക്കൊപ്പം കറങ്ങി നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. Shut up! Who the hell do you think you are? എന്നെ പോലും അതിശയിപ്പിച്ച വേഗത്തിൽ 1-2 കേസ് ഫയലുകൾ ക്ലോസ് ചെയ്തപ്പോ ഹോക്സൈഡ് ബാക്ക് ബോർഡാന്ന് തോന്നി തനിക്ക്? അതോ എന്റെ നിരീക്ഷകപ്പുറം പോകാനുള്ള കഴിവുണ്ടെന്നോ? സോറി മാം. എനിക്കിവിടെ റോമിയോട് ആവശ്യമില്ല. തന്റെ സേവനം ഇനി ഹോക്സയ്ക്ക് വേണ്ട. ഓൺലി ബിക്കോസ് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഒരവസരം കൂടി ഞാൻ തരാം. ആൻഡ്രിയയുടെ കേസ് അർജുൻ അന്വേഷിക്കില്ല. ആൻഡ്രിയ ഇനി കാണാനും പാടില്ല. ചരക്കാണ് പോകാൻ പറയടോ. ഈ പ്രേമിക്കണോ പ്രേമിക്കണോ എന്നുള്ള ഓളാ തീരുമാനിക്കല്. ഇത് അസൂയ. ഓക്കെന്നെ പ്രേമിക്കാൻ കിട്ടാത്തതിന്റെ അസൂയ. ഓക്ക് അങ്ങനെ ഒരാളെ പ്രേമിക്കണം നിർബന്ധം എന്നെ പ്രേമിക്കാൻ പറയും. അനക്ക് വേണ്ടി ഞാൻ അതിനും തയ്യാറാ. കമ്പനി റൂൾസ് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു. ഞാനാണ് ആ നിമിഷ രാജിക്കത്തേത് ചുരുട്ടുകുട്ടിയോളെ മോത്ത് വലിച്ചെറിഞ്ഞ് പോരേനു. അല്ല പിന്നെ എങ്ങനെയുണ്ട പെണ്ണുങ്ങൾ? എടാ ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ 1000 ജോലി കിട്ടും. പക്ഷെ ആൻഡ്രിയെ നല്ലൊരു പെണ്ണിനെ കിട്ടുമോ? കിട്ടൂല. ഈ വാശിക്ക് ഇന്ന് തന്നെ അവളെ കല്യാണം കഴിക്കണം. നാളെ തന്നെ വേറെ ഡിറ്റക്റ്റീവ് കമ്പനി തുടങ്ങണം. മറ്റന്നാൾ എന്നെ അവളെ പൂട്ടിക്കണം. എനിക്കങ്ങോട്ട് വാശി കയറിയിട്ട് പറ്റില്ല. ഞാൻ തിരുത്തണം. തിരുത്തേ പറ്റൂ. ഓഫീസ് നോളാണ് 4 വർത്താനം പറഞ്ഞിട്ട് ബാക്കി കാര്യം. എടാ ആൻഡ്രിയ, എടുക്കണ്ട. എടുക്കണ്ട. ഹലോ ആൻഡ്രിയ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പ് കാണണമെന്ന് അർജുൻ പറയാൻ പറഞ്ഞു. എന്താ കാര്യം? നിങ്ങളെ ജീവിതത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് അർജുൻ എവിടെ? ഓൻ കുളിക്കുക. ആൻഡ്രിയ വിളിച്ചെന്ത് പറയണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ച. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പിൽ. ഓക്കെ. അങ്ങനെ ആ ബന്ധമൊന്നും കൂടി സ്ട്രോങ് ആയി. നിന്നോട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ? എടാ ഈ എത്ര നേരം ജോലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാതിരാത്രി നിന്നെ തട്ടി വിളിച്ചിട്ട് പറയും എനിക്ക് എൻ്റെ ആൻഡ്രിയ മതിയെന്ന്. അത് ഞാനൊന്നും നേരത്തെ പറയുന്നേ ഉള്ളൂ. ആ പപ്പട്ട എന്തായി? ഭാര്യ തിരിച്ചു ചാടിയോ? പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അവള് വന്നു. എന്നിട്ട് നാറ്റിച്ചോ? മെസ്സേജിന്റെ ഭാഷ കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി ഞാനാണെന്ന്. മാപ്പ് ചോദിക്കാനാ വന്നേ. മാപ്പ് ചോദിക്കാനോ? എന്ത് മാപ്പ്? അവള് ചാടിപ്പോയില്ലേ, അവനൊരു കഞ്ചാവാ. എന്നും അവളെ തല്ലും. കോലം കണ്ട സഹിക്കില്ല. ദേഹം മുഴുവൻ കത്തിവെച്ച് വരഞ്ഞ പാടാണ്. കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. സരസു, അവളൊരു പാവം. പപ്പേട്ട, സ്നേഹത്തെക്കുറിച്ച് ആളുകൾ വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷെ നിങ്ങളത് സിമ്പിളായി കാണിച്ചു തന്നു. എന്നാ ശരി അവിനാഷേ. അങ്ങനെ ഫേസ്ബുക്ക് കൊണ്ടൊരു ഗുണമുണ്ടായി. ഹലോ അർജുൻ, ഞാനിവിടെ എത്തി. ഞാൻ ഇപ്പം എത്തും. ഹലോ, നീ എവിടെയാ? നമുക്ക് നാളെ കാണാം. എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി. ഞാൻ അങ്ങോട്ട് പോവാ.
ആക്സിഡന്റ് ആയിരുന്നല്ലേ? അതെ, പക്ഷെ എനിക്കെന്തോ നമ്മുടെ തെരുവുകളിൽ നിത്യേന എത്ര ജീവനാ പൊലിയുന്നത്. ഇറ്റ്സ് എ ഫേറ്റ്. ഏതായാലും ഞാൻ ആ ക്ലയന്റിനെ വിളിച്ച് അന്വേഷിക്കാം. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? രാത്രിയിലായിരുന്നു. ആദ്യ ക്ലബിൽ നിന്ന് ഇറങ്ങിയതാ. റോട്ടിലേക്ക് കയറിയപ്പോ ഏതോ വാഹനം പിടിച്ച് തെറിപ്പിച്ചതാ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ, അതും ക്ലബിന്റെ മുന്നിൽ വെച്ചാ. ആദ്യ ക്ലബിൽ നിന്ന് ഇറങ്ങിയതാ. റോട്ടിലേക്ക് കയറിയപ്പോ ഏതോ വാഹനം പിടിച്ച് തെറിപ്പിച്ചതാ. എടാ എവിടെയല്ലേ? നീ ഒന്ന് റെഡിയാവുക, നമുക്കൊരു സ്ഥലം വരെ പോകണം. എന്താ? ഞാൻ വിജയുടെ ഫ്രണ്ടാ. വിജയ് എവിടെ ഇല്ലേ? ഫ്രണ്ടോ? എന്നിട്ട് അയാൾ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? എപ്പോ? മാസം 1 ആയല്ലോ. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോയതാ. മലയുടെ മുകളിൽ ഞങ്ങളുടെ താഴേക്ക് വീണു. അമ്മേ, കുഞ്ഞിനെ ഒന്ന് എടുത്തേ. ദാ വരുന്നടി. വണ്ടി എടുത്തേ. നീ തിരിഞ്ഞു നോക്കണ്ട, ആരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സംഭവം ഓഫീസിൽ വിളിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ മോണിറ്റർ ചെയ്ത മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയണം.